പൊടിയിലേക്ക് ഒരു മുട്ട ചേർത്ത് നോക്കൂ. നമ്മുടെ നരച്ച മുടീനെ കട്ടക്കറുപ്പാക്കാൻ ഇതുകൊണ്ടിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഒറ്റ പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ തന്നെ അടിപൊളി ഒരു റിസൾട്ട് കിട്ടുന്ന ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന അടിപൊളി ഒരു ടിപ്പാണിത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതുപോലെ ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ. ഇരുമ്പ് ചട്ടിയിൽ ഇത് ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ മുടിക്കൊക്കെ തരുന്നത്. നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇരുമ്പ് ചട്ടി ചെയ്താൽ മതി കേട്ടോ. ഇരുമ്പ് ചട്ടി ഇല്ലാത്തവർ സ്റ്റീൽ പാത്രത്തിൽ ചെയ്തോളൂ കേട്ടോ. ഇപ്പം ഞാനിവിടെ ഹെന്ന പൗഡറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഹെന്ന പൗഡർ ഉണ്ടെങ്കിൽ മേടിക്കാം. നല്ല ക്വാളിറ്റി നോക്കി നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ മൈലാഞ്ചി ഇല അരച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ അളവിലാണ് ഹെന്ന പൗഡർ ഇവിടെ എടുക്കുന്നത്. ഹെന്ന പൗഡറിലേക്ക് നമുക്ക് ഈ ഹെന്ന പൗഡർ സാധാരണ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ നരച്ച മുടിയിനെ ഒരു ചെമ്പിച്ച കളറിലാണ് വരുന്നത്, ഒരു ഓറഞ്ച് കളറാണ് വരുന്നത് അല്ലേ. പക്ഷെ അങ്ങനെ വരാതിരിക്കാൻ ഇതിലേക്ക് ഈ സൂത്രങ്ങൾ കൂടെ ഒന്ന് ചേർത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ചെമ്പിച്ച മുടിക്ക് പകരം ഒരു ഡാർക്ക് ഇരുണ്ട ഷെയ്ഡിലേക്ക് വരാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഹെന്ന പൗഡറിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ നെല്ലിക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. നെല്ലിക്ക ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് അരച്ചിട്ട് ഒഴിച്ചാലും മതി. പിന്നെ ഇതിൻ്റെ കൂടെ അതേ അളവിൽ നമ്മൾ ചേർക്കുന്ന ബ്രൂ ആണ് കേട്ടോ. സാധാ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കാം, പക്ഷെ ബ്രൂ ആണ് വളരെ നല്ലത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നല്ലത്. അപ്പോൾ അത് 3ഉം കൂടെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തേയിലവെള്ളം ഒഴിക്കേണ്ട, കാപ്പി വെള്ളം ഒഴിക്കേണ്ട, ചൂടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട. പകരം നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. നാടൻ മുട്ട മേടിക്കാൻ കിട്ടുവാണെങ്കിൽ എടുത്തോളൂ. നമ്മുടെ വീടുകളിൽ കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുട്ടയാണെങ്കിൽ നമുക്ക് ഇതിലെടുക്കാം കേട്ടോ. അപ്പോൾ ആ മുട്ടയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക്. അതുകൊണ്ട് ആ മുട്ടയാണ് നിൽക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ കടകളിലൊക്കെ മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു സാധാ മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ മുട്ട ഇതിലേക്ക് ഫുള്ള് അതിൻ്റെ വെള്ളയും എല്ലാം മഞ്ഞയും ഒന്നും മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് നെയ്റ്റോട് 2 മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ഈ മിക്സ് ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കണ്ട കേട്ടോ. 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനൊരു മാറ്റം വരും, ഒരു കളറിനൊരു വ്യത്യാസം വരും. നല്ല ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ ഈ മിക്സിന് വരുന്നത് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം. നല്ല സ്റ്റിക്കി ആയിട്ട് നല്ലപോലെ മുടി നല്ല സോഫ്റ്റ് സിൽക്കി ആയിട്ട് കിടക്കുകയും ചെയ്യും. ഇത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുട്ടയായിരിക്കണം നമ്മുടെ മുടിയൊക്കെ സ്റ്റിക്കി ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ കഴുകി കളയുമ്പോൾ സ്മെല്ല് കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. നമ്മൾ ഷാമ്പു ഇട്ട് വീര്യം കുറഞ്ഞ ഷാമ്പു ഇട്ട് കഴുകുക. അല്ലാതെ ഷാമ്പു ഉപയോഗിച്ചില്ലേലും കുഴപ്പമില്ല. നമ്മുടെ താളിയാണേലും മതി കേട്ടോ. താളിയാകുമ്പോഴത്തേക്കും നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കുന്ന ഇത് പോകത്തില്ല കേട്ടോ. ഇപ്പം ഞാനിതിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്യാൻ മുട്ട അടിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ നമ്മുടെ ബീറ്റർ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നല്ലപോലെ അത് പതഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ തന്നെ അത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പൊടിയായിട്ട് കിടക്കത്തില്ല, കട്ട കെട്ടി കിടക്കത്തില്ല. അപ്പോൾ ഞാൻ സ്പൂണും കൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അടച്ചിട്ട് വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ നമ്മുടെ മിക്സിൻ്റെ ഒരു കളർ കണ്ടില്ലേ? അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് വയ്ക്കുക. നല്ല അടിപൊളിയായിട്ടൊരു കറുപ്പ് കളറാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ എണ്ണമയമില്ലാത്ത മുടിയിലേക്ക് വേണം അപ്ലൈ ചെയ്യാൻ. എണ്ണ പെരട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴുകി കളയണേ. അതിനുശേഷം മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക. ഇത് നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾക്ക് സമയം കിട്ടുന്നത് എപ്പോഴാണോ ഇത് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കുന്ന മുമ്പ് എപ്പോഴാണോ കഴുകി കളയുക. അപ്പോൾ നിങ്ങൾ പിന്നെ ഒരുപാട് നേരം ഒന്നും വെച്ച് കൊടുക്കുന്നത്. കാര്യം എണ്ണ നമ്മൾ കറക്റ്റ് 1 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ. എന്നാലും നമ്മുടെ മുടിയിലേക്ക് നല്ല രീതിയിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം 15 മിനിറ്റ് 20 മിനിറ്റ് മാത്രമാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കഴിക്കളാണ്ട്. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മുടെ മുടിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഞാൻ എടുത്തപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് പൊടിക്ക് ഈ ഒരു കളറായിരുന്നു കേട്ടോ. എൻ്റെ കൈ പിടിച്ചിട്ട് കഴുകിയിട്ട് പോലും അത് പോയിട്ടില്ലായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എൻ്റെ മുടിയിലേക്കാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ മുടിയിലെ ഈ ഭാഗത്തെല്ലാം നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നരച്ച മുടി ഇല്ലാത്തവർക്ക് പോലും ഇത് നമ്മുടെ തലയിലേക്ക് പായ്ക്കായിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവരുടെ മുടിയൊന്നും ചെമ്പിച്ചൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. മാസത്തിൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഇത് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒന്ന് കഴുകുന്ന നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കുളിക്കുന്ന മുമ്പ് ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി കളഞ്ഞതിന് ശേഷം അതിൻ്റെ തലമുടിയിൽ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു അടിപൊളി ഒരു റിസൾട്ടാണ് കേട്ടോ. നല്ല മിനിസായിട്ട് നല്ല
തിളങ്ങിക്കിടക്കും നമ്മുടെ മുടി കേട്ടോ. ഈ മുട്ടയൊക്കെ മുടിക്ക് നല്ലതാണ്, മുടി നല്ലപോലെ വളരാൻ സഹായിക്കുന്നതൊക്കെയാണ് നമ്മുടെ മുട്ടയും. അതുപോലെ തന്നെ മുടിയിലേക്ക് നല്ല രീതിയിൽ ഒരു ഡാർക്ക് കളർ പിടിക്കാനൊക്കെ സഹായിക്കുന്നതാണ് മുട്ട. അപ്പോൾ നമ്മളിത് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നല്ല സിൽക്കി ആയിട്ട് തന്നെ മുടി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈരിയതിന് ശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ കുളിച്ചെല്ലാം തോർത്തിക്കാനും ജസ്റ്റ് നിങ്ങൾ നീതിയൊക്കെ നല്ല മിനുസായിട്ട് നമ്മുടെ മുടി കിടക്കുകയും ചെയ്യും. നല്ലൊരു ബ്രൗൺ കണ്ടില്ല, ഒരു ഡാർക്ക് ഷെയ്ഡാണ് എൻ്റെ നരച്ച് മുടിക്ക് പോലും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് കൊണ്ട് ചെയ്യാൻ പറയണേ. അതുപോലെ തന്നെ ഇപ്പം ഭയങ്കര മഴയും കാറ്റും വെള്ളവും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ സേഫായിട്ടിരിക്കണം കേട്ടോ. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഇതുപോലെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അതേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആറാണിത്. അപ്പോൾ ഈ ആറ് നിറഞ്ഞ് കവിഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള വീടുകളിലെല്ലാം വെള്ളം കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണം. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചേർന്ന് ദുആ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.